ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരായ ആക്രമണം ഇസ്രായേൽ ഇന്നും തുടർന്നു. ഇവിടെ ജബേലിയ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൂചനയാണ്. മാത്രമല്ല ഇവിടെയുള്ള ഹമാസിന്റെ നിരവധി ഭൂഗർഭ തുരങ്കങ്ങളും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം 7ഓളം ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഈ ഭൂഗർഭ അറകളിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 7 പേരെയും ഹമാസ് തീവ്രവാദികൾ ഗാനമേള നടന്ന സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇവിടെ വെച്ച് വധിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള പടുകൂറ്റൻ ഭൂഗർഭ തുരങ്കങ്ങൾ പലതും അത്യന്താധുനിക എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം തകർക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിനൊപ്പം നിരവധി ടാങ്കുകളും എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാരായ നിരവധി പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇവരുടെ തുരങ്കങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനും അവ തകർത്ത് തരിപ്പണമാക്കാനും കഴിയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റായ യഹലോം കോംബാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റാണ് ഇതിന്റെ പ്രധാന ചുമതല വഹിക്കുന്നത്. തുരങ്കങ്ങൾ കണ്ടെത്താനും അവ തകർക്കാനും പ്രത്യേക രീതിയിലുള്ള പരിശീലനവും സംവിധാനങ്ങളുമെല്ലാം ഉള്ള വിഭാഗമാണ് ഈ യഹലോം കോംബാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം.